മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ബി അശോക് പലപ്പോഴായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ബി അശോകിനെ അപ്രധാന വകുപ്പിലേക്ക് മാറ്റി അജിത് കുമാറിനും മാറ്റം. IAS നിയമന വിഷയത്തിൽ സർക്കാർ നടപടിക്കെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി നേടിയ നിയമ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്ന ബി അശോകിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി സർക്കാർ. IAS അസോസിയേഷൻ മുൻ പ്രസിഡന്റും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ അശോകിനെ സൈനിക ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. CAT വിധിയുടെ പശ്ചാത്തലത്തിൽ ADGP MR അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ദിവസം തന്നെയാണ് കാർഷികോൽപാദന കമ്മീഷണർ കൂടിയായ അശോകിനെ അപ്രധാന വകുപ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. അശോകിനെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചത് CAT റദ്ദാക്കിയിരുന്നു. കേഡർ തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാവൂ എന്ന ട്രൈബ്യൂണൽ വിധി സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനായ K ജയകുമാറിനെ IMGയിലും ജോയ് ഇളമണിനെ കിലയിലും മേധാവിമാരാക്കിയത് നിയമവിരുദ്ധമാണെന്നും CAT വിധിച്ചതും സർക്കാരിന് നാണക്കേടുണ്ടാക്കി. ഇതിന് പിന്നാലെയാണ് ബി അശോകിനെ സർക്കാർ മാറ്റിയിരിക്കുന്നത്. എക്സൈസ് കമ്മീഷണർ സ്ഥാനത്തു നിന്നും MR അജിത് കുമാറിനെ മാറ്റി. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അഡീഷണൽ എക്സൈസ് കമ്മീഷണർക്ക് ചുമതല കൈമാറി സർക്കാർ ഉത്തരവിറക്കിയത്. കേഡർ തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാവൂ എന്ന ട്രൈബ്യൂണൽ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. ഇതോടെയാണ് IPSകാരനായ അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണർ സ്ഥാനത്തു നിന്നും സർക്കാരിന് ഒഴിവാക്കേണ്ടി വന്നത്. IAS ഓഫീസേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലായിരുന്നു CAT ഉത്തരവ്. ശബരിമല ട്രാക്ടർ വിവാദത്തിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ബറ്റാലിയൻ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചത്. ബെവറേജസ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും അജിത് കുമാറിന് നൽകിയിട്ടുണ്ട്. മന്ത്രി KB ഗണേഷ് കുമാറിന് തിരിച്ചടി. പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ പിരിച്ചുവിട്ടു. മന്ത്രി KB ഗണേഷ് കുമാർ പ്രസിഡന്റായ പത്തനാപുരം താലൂക്ക് NSS കരയോഗ യൂണിറ്റിന്റെ ഭരണസമിതി പിരിച്ചുവിട്ടു. ഭരണസമിതിയിലെ മുതിർന്ന അംഗം കരിക്കത്തിൽ K തങ്കപ്പൻ പിള്ള ചെയർമാനായി അഡ്ഹോക് കമ്മിറ്റി ചുമതല ഏറ്റെടുത്തു. യൂണിയൻ പ്രസിഡന്റിന്റേത് ഏകാധിപത്യ പ്രവണതകളാണെന്ന് ചൂണ്ടിക്കാട്ടി 11 ഭരണസമിതി അംഗങ്ങൾ കഴിഞ്ഞയാഴ്ച രാജി സമർപ്പിച്ചിരുന്നു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിലാണ് സമിതി പിരിച്ചുവിട്ട് താൽക്കാലിക സമിതിക്ക് ഭരണ ചുമതല നൽകിയത്. പുനലൂരിലെ യൂണിയൻ ആസ്ഥാനത്ത് പത്മ കഫേ തുടങ്ങുന്നതിലെ സാമ്പത്തിക ക്രമക്കേടുകളെപ്പറ്റി ഏറെ നാളായി വിവാദം പുകയുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച മുൻപ് ചേർന്ന ഭരണസമിതി യോഗത്തിൽ സെക്രട്ടറിയോടും അംഗങ്ങളോടും പ്രസിഡന്റ് രൂക്ഷമായി പെരുമാറിയതായും പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് 10.5 വർഷം യൂണിയൻ സെക്രട്ടറിയായിരുന്ന അനിൽകുമാർ നിർബന്ധിത സ്ഥലമാറ്റം വാങ്ങി കൊല്ലം യൂണിയനിലേക്ക് പോയി. ഈ പശ്ചാത്തലത്തിലാണ് വൈസ് പ്രസിഡന്റ് അടക്കം 11 അംഗ ഭരണസമിതി അംഗങ്ങൾ ചങ്ങനാശ്ശേരിയിലെത്തി രാജിക്കത്ത് നൽകിയത്. അതേസമയം യൂണിയനുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച് KB ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു. തന്നെയും യൂണിയനെയും തകർക്കാൻ രാഷ്ട്രീയമായി ലക്ഷ്യമിട്ടുള്ളതാണ് ആരോപണങ്ങളെന്നായിരുന്നു അദ്ദേഹം വിശദീകരിച്ചിരുന്നത്. മഹാനടന് ഒരു നീതി, ചെറിയ നടനായ എന്നോട് മറ്റൊരു നീതി എന്ന മുഖ്യമന്ത്രിക്കെതിരെ പ്രേംകുമാർ. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിന് പിന്നാലെ മഹാനടൻ നേരിട്ട സൈബർ ആക്രമണത്തിൽ മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറഞ്ഞതിനെപ്പറ്റി ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രേംകുമാർ. മമ്മൂട്ടിക്ക് ഒരു നീതിയും ചെറിയ നടനായ തന്നോട് മറ്റൊരു നീതിയുമാണ് മുഖ്യമന്ത്രി കാണിച്ചതെന്ന് പ്രേംകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രമാണിമാരോടും ഉന്നതന്മാരോടും ഒരു നീതി, സാധാരണ മനുഷ്യരോട് മറ്റൊരു നീതി. ആ ഇരട്ട നീതി തന്നെയാണ് സാഹിത്യ അക്കാദമി ചെയർമാനോടും മഹാനടനോട് കാണിച്ച സമീപനവും എന്നോട് കാണിക്കുന്ന സമീപനവും വ്യക്തമാക്കുന്നത്. മഹാനടനുമായി എനിക്കൊരു താരതമ്യവും ഇല്ലെന്നും ഞങ്ങൾ തമ്മിൽ അജഗജാന്തരമുണ്ടെന്നും അറിയാം. എങ്കിലും 3 പതിറ്റാണ്ടിലേറെയായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ നടനാണ് ഞാനും. തുല്യനീതി ഉറപ്പുള്ള നാട്ടിൽ എന്നോട് മാപ്പ് പറയണമെന്ന് പറയാനുള്ള അഹങ്കാരം എനിക്കില്ല. പക്ഷേ ഈ പാവപ്പെട്ടവനെ ഇനി ഉപദ്രവിക്കരുതെന്ന് ഒരു വാക്കെങ്കിലും ആ സൈബർ പോരാളികളോട് ദയവായി അങ്ങ് പറയണമെന്ന് മുഖ്യമന്ത്രിയെ ഉന്നമിട്ട് പ്രേംകുമാർ തുറന്നടിച്ചു.